നമസ്കാരം. കൃഷിദർശൻ ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. മണ്ണ് എന്ന് കേൾക്കുമ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും തങ്ങളുടെ പാഠഭാഗത്തെ, അതായത് 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിൽ ഒന്നാമത്തെ പാഠം മണ്ണിൽ നിന്ന് പൊന്നു വിളയിക്കാം. നമ്മൾ അന്നു മുതലേ പഠിക്കുന്ന ഒരു കാര്യമാണ്. ശരിക്കും പൊന്നിന് തുല്യമായിട്ട് ഉള്ള വിളവ് ലഭിക്കണമെങ്കിൽ നല്ല മണ്ണ് തന്നെ വേണം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതും അത് തന്നെയാണ്, മണ്ണ് അറിഞ്ഞ് കൃഷി ചെയ്യാം. ഇന്ന് നമ്മോടൊപ്പം ഈ സ്റ്റുഡിയോയിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ടുള്ളത് തിരുവനന്തപുരത്ത് പാറോട്ടുകോണത്ത് സ്ഥിതി ചെയ്യുന്ന സെൻട്രൽ സോയിൽ അനലിറ്റിക്കൽ ലബോറട്ടറിയിലെ പ്രിൻസിപ്പൽ സോയിൽ കെമിസ്റ്റായിട്ടുള്ള രമേഷ് സാറാണ്. സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ, ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മൾ ആ ഒരു അടിസ്ഥാന ശാസ്ത്രത്തിൽ പഠിച്ച ആ ഒരു പാഠഭാഗത്തിൽ മണ്ണിൽ നിന്ന് പൊന്ന് വിളയിക്കാം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ മണ്ണിൽ നിന്ന് പൊന്ന് വിളയിക്കുമ്പോൾ നമുക്ക് വേണ്ട കുറേ കാര്യങ്ങൾ നമ്മൾ ആ പാഠഭാഗത്ത് തന്നെ പഠിക്കുന്നുണ്ട്. അതായത് നല്ല വിത്ത് വേണം, നല്ല കാലാവസ്ഥ വേണം, അതുപോലെ തന്നെ നല്ല മണ്ണ് വേണം. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു വിളവ് നമുക്ക് ലഭിക്കൂ എന്നുള്ളത് നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. സാറിൻ്റെ ആശയത്തിൽ അല്ലെങ്കിൽ എന്താണ് ഈ മണ്ണറിഞ്ഞ് കൃഷി ചെയ്യാം എന്ന ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്? മണ്ണ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മണ്ണിന് ഒരു നിർവചനമുള്ളത് അനന്തമായ ജീവൻ്റെ ആത്മാവ്, സോയിൽ അഥവാ സോൾ ഓഫ് ഇൻഫിനിറ്റ് ലൈഫ് എന്നൊരു ഡെഫിനിഷൻ മണ്ണിനുണ്ട്. മണ്ണിന് ജീവൻ നിലനിർത്തണമെങ്കിൽ മണ്ണിനെ ആരോഗ്യകരമായിട്ട് സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതം തന്നെയാണ്. കാലാകാലങ്ങളിലേക്ക് നമ്മുടെ തലമുറകൾക്ക് ആരോഗ്യകരമായി ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് മണ്ണിൻ്റെ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് നമ്മൾ അതിനെ ഡീൽ ചെയ്യേണ്ടതുണ്ട്. അതിന് ആരോഗ്യകരമായ മണ്ണ് സംരക്ഷണം പ്രവർത്തനങ്ങൾ നടത്തുന്ന സസ്റ്റൈനബിളായിട്ടുള്ള കൃഷിരീതികളാണ് നമുക്ക് അഭികാമ്യമായിട്ടുള്ളത്. അപ്പോൾ മണ്ണ് പരിശോധിക്കുന്ന കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? പണ്ട് മുതലേ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അത്. സാറും അവിടെ നിന്ന് തന്നെയാണ് വരുന്നത്, സോയിൽ ടെസ്റ്റിംഗ് ലബോറട്ടറിയാണ്. അപ്പോൾ ഈ ഒരു അനാലിസിസ് നടത്തേണ്ട ആവശ്യകത എന്താണ്? ഈ മണ്ണിനെക്കുറിച്ച് പരിശോധന നടത്തിയിട്ടേ കൃഷി ഇറക്കാവൂ എന്നും നമ്മളിപ്പം കേട്ടിട്ടുണ്ട് അല്ലേ? പണ്ട് അങ്ങനെയൊന്നും ചെയ്തിരുന്നോ എന്നുള്ള കാര്യം സംശയമാണ്. എന്നാലും ഇപ്പോൾ അത് കുറച്ച് കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആവശ്യകത എന്താണ്? മുൻകാലങ്ങളിൽ നമ്മളുടെ കൃഷി എന്ന് പറയുന്നത് വളരെ അത്യുൽപാദനശേഷിയുള്ള വിത്തിനങ്ങളൊന്നും ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഓരോ പ്രദേശത്തിനും അനുയോജ്യമായിട്ടുള്ള പ്രകൃതി തന്നെ തന്ന ഇനങ്ങളുടെ രീതിയിലാണ് നമ്മൾ കൃഷി നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ അത്യുൽപാദനശേഷിയുള്ള ഇനങ്ങൾ വന്നതോടെ മണ്ണിന് അതിൻ്റെ ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് ഉൽപ്പാദനം നടത്തണമെന്നുണ്ടെങ്കിൽ അത്യുൽപാദനശേഷിയുള്ള വിത്തിനങ്ങളും അതുപോലെ രോഗപ്രതിരോധ ശേഷി കൂടിയ ഇനങ്ങളും കൂടുതലായി മണ്ണിൽ നിന്നും അതിനാവശ്യമായ മൂലകങ്ങളും പോഷകങ്ങളും ആഗിരണം ചെയ്യും. സ്വാഭാവികമായും മണ്ണിനെ അതിനനുസരിച്ചിട്ട് നമ്മൾ റിപ്ലനിഷ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ മണ്ണിൻ്റെ ആരോഗ്യം അത് നിലനിൽക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് ക്ഷയിച്ചുകൊണ്ടേയിരിക്കും. മണ്ണ് ആരോഗ്യം ക്ഷയിച്ചു വന്ന ഒരു കാലഘട്ടം ആയിരുന്നു കഴിഞ്ഞ നമ്മളുടെ കുറച്ച് നാളായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഹരിത വിപ്ലവത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചോളം ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ആവശ്യമായിരുന്നുവെങ്കിലും അന്ന് പരിഗണിക്കാതെ പോയ ഒരു കാര്യമായിരുന്നു മണ്ണ് എന്നുള്ളത്. മണ്ണിൻ്റെ ഒരു പ്രൊഡക്ടിവിറ്റി എന്നുള്ളതും ഫെർട്ടിലിറ്റി എന്നുള്ള ടൈം നമ്മൾ അന്ന് മുതലേ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് താരതമ്യേന കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് UNFAOയുടെ ആഭിമുഖ്യത്തിൽ മണ്ണിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുക എന്നൊരു കൺസെപ്റ്റ് വന്നത്. ആരോഗ്യം എന്ന് പറയുന്നത് നമ്മൾ ജീവനുള്ളവയ്ക്ക് വേണ്ടിയിട്ട് പറയുന്ന ഒരു ടേമാണ്. അത് മണ്ണിനെ ഒരു ജീവനുള്ള വസ്തുവായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടാണ് മണ്ണിൻ്റെ ആരോഗ്യം എന്നൊരു ടേമിലേക്ക് വന്നത്. തീർച്ചയായും ഈ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളും അതുപോലെ തന്നെ വിളകളും ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും മണ്ണിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞു തന്നെ നമ്മൾ കൃഷി ചെയ്യേണ്ടതുണ്ട്. അതിന് മണ്ണ് പരിശോധന അനിവാര്യമാണ്. മണ്ണ് വിളകൾ ഉൽപ്പാദനത്തിന് മുമ്പായിട്ട് അതിൻ്റെ വിത്ത് ഇറക്കുന്നതിന് വളരെ മുന്നോടിയായിട്ട് തന്നെ നമ്മൾ മണ്ണ് പരിശോധന നടത്തി അതിനകത്തുള്ള മണ്ണിൻ്റെ മൂലകങ്ങളും പോഷക ഗുണങ്ങളും അതിൻ്റെ രാസഭൗതിക സ്വഭാവങ്ങളും അനലൈസ് ചെയ്തുകൊണ്ട് കൃഷി ചെയ്യുകയാണ് എങ്കിൽ നമ്മളെ മണ്ണിന് അനുയോജ്യമായ വിളകൾ ഉപയോഗിച്ച് കൃഷി ഇറക്കുന്നതിനും മണ്ണിൻ്റെ വിളവെടുപ്പിന് ശേഷം മണ്ണിൻ്റെ സസ്റ്റൈനബിലിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകാനും നമുക്ക് കഴിയും. അതുകൊണ്ട് മണ്ണ് പരിശോധന അനിവാര്യമാണെന്ന് പറയുന്നതാണ് നല്ലത്. സാർ, ഇപ്പം മണ്ണിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് സാറ് പറഞ്ഞു, ഒരു ആശയം പറയുകയുണ്ടായി. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ വിവിധ മൂലകങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ചായിരിക്കും മണ്ണിൻ്റെ ആരോഗ്യം ഇരിക്കുക. അപ്പോൾ പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് pH നോക്കുക. അതായത് അമ്ലത അല്ലെങ്കിൽ ക്ഷാര സ്വഭാവമുള്ള മണ്ണ്, അത് പരിശോധിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എല്ലാ വിളകളെയും സംബന്ധിച്ചുള്ള ഏകദേശം pH ന്യൂട്രലായിരിക്കുക എന്നുള്ളതാണ് അഭികാമ്യം. വാസ്തവത്തിൽ pH എന്ന് പറയുന്നത് മണ്ണിൻ്റെ ഇൻഹറൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. നമുക്കതങ്ങനെ തീർത്തും മാറ്റിമറിക്കാനൊന്നും കഴിയുന്നതല്ല. മണ്ണിൻ്റെ
ഫോർമേഷൻ, അതായത് മണ്ണിൻ്റെ പേരൻ മെറ്റീരിയൽ, കാലാവസ്ഥ, അതിൽ സൂക്ഷ്മമൂലകങ്ങൾ, അതുപോലെ ജലം, ഇതെല്ലാം ചേർന്നാണ് മണ്ണിൻ്റെ രാസഭൗതിക സ്വഭാവങ്ങൾ നിശ്ചയിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് pH എന്ന് പറയുന്നത്. മണ്ണിന് ഇൻഹറൻ്റ് ആയിട്ടൊരു pH ഉണ്ടാകും. കേരളത്തിലെ ഏറ്റവും അധികം മണ്ണിനങ്ങൾ അധികം അസിഡിക് pHലുള്ളത് ആണ്. അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ മഴ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മഴയിലൂടെ ലഭിക്കുന്ന വെള്ളത്തിലൂടെ നമുക്ക് മണ്ണിൻ്റെ pH നിയർ ന്യൂട്രൽ അല്ലെങ്കിൽ ക്ഷാരഗുണമുള്ള മൂലകങ്ങൾ ഒഴുക്കിലൂടെ മണ്ണിൻ്റെ ജലത്തിലൂടെ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് മണ്ണിന് pH വളരെ കാലങ്ങൾ കൊണ്ട് ഡെവലപ്പ് ചെയ്തു വന്നതാണ്. അതേസമയം കേരളത്തിലെ ഭൂരിഭാഗം മണ്ണുകൾ ഇങ്ങനെയാണെങ്കിലും മഴനിഴൽ പ്രദേശങ്ങളായിട്ടുള്ള ചില പ്രദേശങ്ങളിൽ മാത്രം, കറുത്ത പരുത്തി മണ്ണ് മാതിരിയുള്ള പ്രദേശങ്ങളിൽ മാത്രം ക്ഷാരഗുണം കാണുന്നുണ്ട്. ഈ നിയർ ന്യൂട്രൽ pHലാണ് മണ്ണിന് ഏറ്റവും അധികം മൂലകങ്ങൾ അത് വിളകൾക്ക് നൽകാൻ കഴിയുക. അതുകൊണ്ട് തന്നെ നമ്മളുടെ വിളകൾ വളരുന്ന കാലഘട്ടത്തിൽ അതിൻ്റെ ക്രിട്ടിക്കലായിട്ടുള്ള ഗ്രോത്ത് പീരീഡ് എന്ന് പറയും. അത് വളർച്ചയിൽ ചില സമയത്തെ പോഷകം എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കലാണ്. ആ സമയത്ത് ആണ് നമ്മൾ സാധാരണ വളപ്രയോഗം നടത്തുന്നത്. പക്ഷേ അത് ചെടികൾക്ക് ആഗിരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ താൽക്കാലികമായിട്ട് ന്യൂട്രലൈസിങ് ഏജൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട്, ക്ഷാരഗുണം കൂടുതലാണെങ്കിൽ അസിഡിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന അമിലിയോറൻസ് അത് ഉപയോഗിച്ച്, അല്ലെങ്കിൽ അമ്ലത്വമാണ് കൂടുതലെങ്കിൽ കക്കയും അതുപോലെ അങ്ങനെയുള്ള നമ്മളുടെ ന്യൂട്രലൈസിങ് ആയിട്ടുള്ള ഏജൻറ്റ്സ്, അസിഡിറ്റി ന്യൂട്രലൈസ് ചെയ്യുന്നുള്ള ഏജൻറ്റ്സ് ഉപയോഗിച്ച് മണ്ണിനെ ഒന്ന് പരുവപ്പെടുത്തിയതിന് ശേഷം വളം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് വിളകൾക്ക് പെട്ടെന്ന് ആഗിരണം ചെയ്യാൻ കഴിയും, പെട്ടെന്നും എഫിഷ്യൻ്റായിട്ടും ആഗിരണം ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ pH അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. pHനെ ഒരു നിയർ ന്യൂട്രലിലേക്ക് എത്തിക്കാനുള്ള താൽക്കാലികമായ സിറ്റുവേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മണ്ണിൽ ഈ ന്യൂട്രലൈസിങ് ഏജൻസും കൂടെ കൊടുത്ത് വിളകൾ കൃഷി ചെയ്യുകയാണ് ഏറ്റവും അഭികാമ്യം. അതിന് കൃത്യമായ പീരീഡ് അത് റിസർച്ചിലൂടെ കേരള കാർഷിക സർവകലാശാലയുടെയൊക്കെ റിസർച്ചിലൂടെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് മണ്ണിൻ്റെ pH അറിഞ്ഞുകൊണ്ട് നമ്മൾ വളപ്രയോഗം നടത്തിയാൽ കൃത്യമായ വിളകൾക്ക് അത് ലഭിക്കും, മൂലകങ്ങൾ ലഭിക്കും എന്നുള്ള പോഷകങ്ങൾ ലഭിക്കും എന്നുള്ളതുകൊണ്ട് pHനെ അറിഞ്ഞ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മളിപ്പോൾ മണ്ണ് പരിശോധന നടത്തുമ്പോൾ, ഞാനിപ്പോൾ ഒരു വിള ഇറക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, ഞാൻ മണ്ണ് പരിശോധന നടത്തി. ഇനി എത്ര ഇടവേളകളിലായിട്ടായിരിക്കണം ഈ മണ്ണ് പരിശോധന നടത്തേണ്ടത്? മണ്ണ് പരിശോധന സാധാരണ നമ്മൾ നടത്തുന്നത് വിളവിറക്കുന്നതിന് മുന്നോടിയായിട്ടാണ്. വാർഷിക വിളകളുടെ കാര്യത്തിൽ അങ്ങനെയാണ്. അതേസമയം പ്ലാന്റേഷൻ ക്രോപ്സിൻ്റെ കാര്യത്തിൽ പീരിയോഡിക്കലായിട്ട് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. വളപ്രയോഗ രീതിക്ക് വളരെ മുന്നോടിയായിട്ടാണ് സാധാരണ ഗതിയിൽ, അതായത് വിത്തിറക്കുന്നതിന് മുമ്പായിട്ട് വാർഷിക വിളകളുടെ കാര്യത്തിൽ മണ്ണിൻ്റെ കണ്ടീഷൻ അറിയാൻ വേണ്ടിയിട്ട് വിത്തിറക്കുന്നതിന് വളരെ മുന്നോടിയായിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഏകദേശം ഒരു മാസത്തിന് മുന്നേ തന്നെ ഇതിനെക്കുറിച്ച് അറിയുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എൻ്റെ കാലാവസ്ഥയുടെ കാര്യത്തിൽ വലിയ മഴയുള്ള സമയങ്ങളിലൊന്നും മണ്ണിൻ്റെ സാമ്പിൾ എടുക്കാൻ പാടില്ല. ആ സമയത്ത് എടുക്കുന്ന മണ്ണിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് ചിലപ്പോൾ ശരിയായ മണ്ണിൻ്റെ രാസഭൗതിക സ്വഭാവങ്ങളെ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നല്ല നനവ് എന്ന് പറഞ്ഞാൽ വെറ്റായിട്ടുള്ള സോയിലിൽ നിന്ന് നമ്മൾ സാമ്പിൾ എടുക്കാതിരിക്കുക. അതുപോലെ വിളവിറക്കുന്നതിന് മുന്നോടിയായിട്ട് സാമ്പിൾ കളക്ട് ചെയ്യുക. റിസൾട്ടിനനുസരിച്ചിട്ട് നമ്മൾ വിത്തിറക്കുന്നതിനുള്ള കാലാവധി ഇട്ടുകൊണ്ട് നമ്മൾ മണ്ണ് പരിശോധന നടത്തുക എന്നുള്ളതാണ്. പ്ലാന്റേഷൻ ക്രോപ്സിൻ്റെ കാര്യത്തിൽ പീരിയോഡിക്കലായിട്ട് നമുക്ക് വളപ്രയോഗത്തിന് വളരെ മുന്നോടിയായിട്ട് നമുക്ക് ഈ മണ്ണ് പരിശോധന നടത്താവുന്നതാണ്. ഏകദേശം 3 വർഷം കൂടുമ്പോൾ പ്ലാന്റേഷൻ ക്രോപ്സിൻ്റെ കാര്യത്തിൽ മണ്ണ് പരിശോധന നടത്തുന്നത് നല്ലതായിരിക്കും. സർ, ഇപ്പോൾ പ്ലാന്റേഷൻ ക്രോപ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ മഴ കൂടുതലുള്ള നാടാണ് നമ്മുടേത്. അപ്പോൾ ഈ മണ്ണൊലിപ്പ് തടയാനായിട്ടുള്ള കർഷകർ സ്വീകരിക്കാവുന്ന ഏതൊക്കെ മാർഗ്ഗങ്ങളാണ്, അല്ലെങ്കിൽ ഏതൊക്കെ വിളകളാണ് നമുക്കതിന് അനുയോജ്യമായിട്ടുള്ളത്? മണ്ണ് പരിരക്ഷണ മണ്ണ് സംരക്ഷണ വകുപ്പിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് മണ്ണിൻ്റെ ഈ സ്വഭാവം അനലൈസ് ചെയ്ത് അതിനെ വർഗീകരിച്ചുകൊണ്ട് അത് എക്സിസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ചെരിവ്, ആഴം, മണ്ണിൻ്റെ ആഴം, മണ്ണൊലിപ്പിൻ്റെ അളവ് എന്നിവ അനുസരിച്ചിട്ട് മണ്ണിൻ്റെ ആ പ്രദേശത്തിൻ്റെ മാപ്പിംഗ് നടത്തുക എന്നുള്ളതാണ്. മാപ്പിങ്ങിനകത്ത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള അതിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് സോയിൽ മാപ്പിംഗ് യൂണിറ്റ് എന്ന് പറയും. അത് ഒരേ ടൈപ്പ് മണ്ണും അതിൻ്റെ ഒരേ ചെരിവിലും ഒരേ ആഴത്തിലും
അതുപോലെ ഒരേ സോയിൽ ഇറോഷൻ സ്റ്റാറ്റസും ഉള്ള ഒരു യൂണിറ്റ് ആയിരിക്കും. അതൊരു മാനേജ്മെൻറ്റ് യൂണിറ്റാണ് വരുന്നത്. അതിനനുസരിച്ച് ആ മാനേജ്മെൻറ്റ് യൂണിറ്റിനെ സംബന്ധിച്ചുള്ള നമുക്ക് ഈ മണ്ണൊലിപ്പിന് തടയുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മണ്ണിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻസ് നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ചെരിവുള്ള പ്രദേശമാണെങ്കിൽ അതിനെ കോണ്ടൂർ അനുസരിച്ചിട്ട് തട്ടുതിരിച്ച് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ആവരണ വിളകൾ വളരെ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ്. പ്ലാന്റേഷൻ ക്രോപ്സിന് പ്രത്യേകിച്ചും മണ്ണിനോട് ചേർന്ന് വളരുന്ന ആവരണ വിളകൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ ജലനിർഗമനം വളരെ ചെരിവുള്ള സ്ഥലങ്ങളിൽ തീർച്ചയായിട്ടും ജലനിർഗമനം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള മണ്ണ് സംരക്ഷണ പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത്. ചെരിവ് കുറഞ്ഞ പ്രദേശങ്ങളിൽ നമുക്ക് മണ്ണിലേക്ക് ഒഴുകി ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട്, മണ്ണിലെ ആഴത്തിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് മഴക്കുഴികൾ നമുക്ക് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകതയായിട്ടുള്ള പുരയുടെ കൃഷി, ഒരേ കൃഷിഭൂമിയിൽ തന്നെ പല ലെവലിലുള്ള മൾട്ടി ടയർ ക്രോപ്പിംഗ് നമുക്ക് ചെയ്യാൻ കഴിയും. അതായത് ഏറ്റവും ഉയർന്ന കനോപ്പിയുള്ള ഉയർന്ന മരങ്ങൾ, അതിനടിയിൽ ഉയരം കുറഞ്ഞ വിളകൾ, അതിനുശേഷം അതിന് താഴെ തട്ടിൽ മണ്ണിനോട് ചേർന്ന് വളരുന്ന വിളകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മണ്ണിലേക്ക് വീഴുന്ന മഴത്തുള്ളികളുടെ ശക്തി കുറയ്ക്കാൻ കഴിയും. അതിനനുസരിച്ച് മണ്ണിനെ റൂട്ട് ചെടികളുടെ വേരുപടലം ഉപയോഗിച്ച് പിടിച്ചു നിർത്താൻ കഴിയും. മണ്ണിനെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന രീതിയിൽ വളർത്താൻ കഴിയും. ഈ ഒരു തരത്തിലുള്ള പലതരത്തിലുള്ള മണ്ണിനെ അനുസരിച്ചിട്ടുള്ള മണ്ണ് സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ കഴിയും. സാർ, ഇപ്പോൾ ക്രോപ്പ് റൊട്ടേഷൻ്റെ കാര്യം പറഞ്ഞു അല്ലേ? വിള പരിവർത്തനത്തിൻ്റെ കൂടെ നമുക്ക് പല രീതിയിൽ വിളവ് ലഭ്യമാകും. അപ്പോൾ ആ തരത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ പലതരത്തിലുള്ള രാസവളങ്ങൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഞാനിപ്പോൾ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കർഷകർ ഒരു നിഷ്കർഷിച്ചിരിക്കുന്ന ഒരു അളവിലായിരിക്കില്ല, ചിലപ്പോൾ അവർ സ്വന്തമായിട്ട് മേടിച്ച് അത് പ്രയോഗിക്കുകയാണ് ചെയ്യുന്നത്. കൃഷി ഓഫീസിൽ നിന്നൊക്കെ അത് പറഞ്ഞിട്ടുമുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം. അപ്പോൾ അത് എത്രത്തോളം ഈ മണ്ണിനെ സ്വാധീനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്ത് ദോഷമാണ് ഉണ്ടാക്കുന്നത്? രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. ഒന്ന്, മണ്ണിലെ സൂക്ഷ്മജീവി ആവശ്യത്തിലേറെ മണ്ണിലേക്ക് നമ്മൾ രാസവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ മണ്ണിലെ സൂക്ഷ്മജീവികളുടെ അളവ് കുറയുകയാണ് ചെയ്യുക. കാരണം അവയ്ക്ക് പലപ്പോഴും ഇത് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ മണ്ണിനകത്തുള്ള ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി കൂടിയിട്ട് ഒരുപക്ഷെ ഈ സൂക്ഷ്മജീവികളുടെ നാശത്തിന് അത് കാരണമാകും. പക്ഷേ ഈ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനത്തിലൂടെയാണ് മണ്ണിലേക്ക് ഈ പറഞ്ഞ വളങ്ങളെ നമുക്ക് ചെടികൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ആഗിരണം ചെയ്യാൻ കഴിയുന്ന രീതിയിലാക്കാൻ കഴിയുക എന്നുള്ളത്. അതുപോലെ തന്നെ അവയുടെ നാശം എന്ന് പറഞ്ഞാൽ വളരെ പ്രശ്നമാണ്. അതുപോലെ തന്നെ മണ്ണിൻ്റെ ആവശ്യത്തിലേറെ രാസവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ മണ്ണിൻ്റെ രാസഭൗതിക സ്വഭാവങ്ങളെ അത് ബാധിക്കാനിടയുണ്ട്. അതുപോലെ അങ്ങനെ രാസഭൗതിക സ്വഭാവങ്ങളെ ബാധിക്കുമ്പോൾ തന്നെ മണ്ണിൽ ഈ പറഞ്ഞ രാസമൂലകങ്ങളുടെ ഇംബാലൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ പെട്ടെന്നൊരു റിസൾട്ട് കണ്ടേക്കാം, എങ്കിൽ പോലും മണ്ണിൻ്റെ ആരോഗ്യം, മണ്ണിൻ്റെ സസ്റ്റൈനബിലിറ്റി അത് ഇല്ലാതാക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് കൃത്യമായ അളവിൽ മാത്രമേ നമ്മൾ റെക്കമെൻഡേഷൻസ് അനുസരിച്ച് മാത്രമേ നമ്മൾ മണ്ണിൽ രാസവളങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളത്. അതുപോലെ തന്നെയാണ് അതുകൊണ്ടുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം. ആവശ്യത്തിലേറെ വളം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഒന്നും നമുക്ക് ലഭിക്കുകയൊന്നുമില്ല. മണ്ണിന് കൂടുതൽ ശരിയായ അളവിലല്ല ഉപയോഗിക്കുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ മൂലകങ്ങൾ നഷ്ടപ്പെടുകയെന്ന് മാത്രമല്ല, വെറുതെ നഷ്ടപ്പെടുകയെന്ന് മാത്രമല്ല, ചിലപ്പോൾ വിളവ് കുറയാനും പോലും സാധ്യതയുണ്ട്. ഇതിനായിട്ട് നമ്മുടെ മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഫീൽഡ് ലെവൽ ഡെമോൺസ്ട്രേഷനുകൾ നടപ്പാക്കുന്നുണ്ട്. അത് ആവശ്യകതയനുസരിച്ച് ഓരോ ജില്ലയിലെയും അല്ലെങ്കിൽ ഓരോ പ്രദേശത്തെ ആവശ്യകതയനുസരിച്ച് ചിലപ്പോൾ 1-2 ഫീൽഡ് ലെവൽ ഡെമോൺസ്ട്രേഷൻസുകൾ ഒരു വർഷം ഒരു ജില്ലാ ഓഫീസ് നമ്മൾ നടത്തി വരികയാണ്. ഇത് കൃഷിക്കാർക്ക് കണ്ടു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടൂടെയാണ് ഈ ഫീൽഡ് ലെവൽ ഡെമോൺസ്ട്രേഷൻ. അത് പലപ്പോഴും വളപ്രയോഗത്തിൽ മാത്രമായിരിക്കില്ല ഒതുങ്ങി നിൽക്കുന്നത്. ക്രോപ്പിംഗ് സിസ്റ്റം, അതുപോലെ മണ്ണ് സംരക്ഷണ പ്രവർത്തനങ്ങൾ പ്രയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾ, ഇവയെല്ലാം സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഫീൽഡ് ലെവൽ ഡെമോൺസ്ട്രേഷൻ വകുപ്പ് നടത്തുന്നുണ്ട്. നമ്മളിപ്പോൾ സോയിൽ അനലിറ്റിക്കൽ ലബോറട്ടറിയിലേക്ക് അല്ലെങ്കിൽ ലാബിലേക്ക് മണ്ണ് പരിശോധനയ്ക്ക് കൊണ്ടുവരുമ്പോൾ, ഞാനിപ്പോൾ എൻ്റെ വസ്തുവിൽ നിന്ന് മണ്ണ് പരിശോധിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഏത് തരത്തിലായിരിക്കണം നമ്മൾ ആ സാമ്പിളുകൾ, നമുക്ക് സാമ്പിൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ള നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ടോ?
തീർച്ചയായും ഉണ്ട്. കാരണം എവിടെ നിന്നാണ് കൃത്യമായിട്ട് ഈ സാമ്പിൾ നമുക്ക് എടുത്തിരിക്കുന്നത്, അത് പ്രോപ്പറായിട്ടാണ് എടുത്തിരിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തിയില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ അനാലിറ്റിക്കൽ റിസൾട്ട്സിനെ, മണ്ണിൻ്റെ പരിശോധന ഫലത്തിനെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ രീതിയിൽ ഒരു പുരയിടമുണ്ട് എങ്കിൽ ആ പുരയിടത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിളാണ് നമ്മുടെ ഓഫീസിലെത്തുന്നത് അല്ലെങ്കിൽ ലബോറട്ടറിയിൽ എത്തുന്നതെന്ന് നമുക്ക് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അതിനായിട്ട് കൃത്യമായ മണ്ണ് സാമ്പിൾ കളക്ഷൻ്റെ പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അത് വളരെ വിശദമായ ലഘുലേഖയായിട്ട് തന്നെ തന്നിട്ടുണ്ട്. ആ ഒരു പ്രത്യേകിച്ച് 1 ഏക്കർ സ്ഥലമാണ് നമുക്കുള്ളതെങ്കിൽ, ഏകദേശം പറയുകയാണെങ്കിൽ അതൊരു യൂണിഫോം ആയിട്ടുള്ള സ്ഥലമാണ് എങ്കിൽ അതിൻ്റെ പല ഭാഗത്തു നിന്ന് കളക്ട് ചെയ്യുന്ന മണ്ണ് ഒന്നിച്ച് ചേർത്ത് അതിനെ ഏകദേശം അതിനെ ഓരോ സാമ്പിൾ പാർട്ടീഷൻ ചെയ്ത് അതിനെ റെഡ്യൂസ് ചെയ്യുന്നതിന്, സാമ്പിളിൻ്റെ അളവ് കുറയ്ക്കുന്നതിനുള്ളൊരു പ്രൊസീജിയറുണ്ട്. ഒന്നിച്ച് മിക്സ് ചെയ്തതിന് ശേഷം അതിനെ ഒരു പരന്ന പ്രതലത്തിലിട്ട് 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് 2 കോർണറിൽ നിന്നുള്ള സാമ്പിൾ റിമൂവ് ചെയ്ത് വീണ്ടും അതിനെ ഒന്നിച്ച് ചേർത്ത് ഇത് 1/2 കിലോയിൽ എത്തുന്നത് വരെ ചേർത്ത് ആണ് കൊണ്ടുവരേണ്ടത്. പക്ഷേ സാമ്പിൾ കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ മേൽമണ്ണിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ കിട്ടുന്ന തരത്തിൽ ഒരു വി കട്ട് എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് 1 ഇഞ്ച് കനത്തിൽ 25 സെൻറ്റിമീറ്റർ ആഴത്തിൽ വരെ എത്തുന്ന രീതിയിൽ മണ്ണ് സാമ്പിൾ എടുക്കുക. ഈ രീതിയിൽ പല ഒരു പ്ലോട്ടിൻ്റെ തന്നെ പല പ്ലോട്ട് സ്ഥലങ്ങളിൽ നിന്നായിട്ട് കളക്ട് ചെയ്ത് ഒന്നിച്ച് ചേർത്ത് വേണം ഇതിനെ നമ്മൾ കൊണ്ടുവരാനായിട്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് കർഷകർ സ്വയം അത് ഇതൊരു റെപ്രസെൻറ്റേറ്റീവ് സാമ്പിളാണ് എന്ന് സ്വയം ബോധ്യപ്പെട്ടിരിക്കുക എന്നുള്ളതാണ്. അതിനായി നമ്മൾ മഴ കൂടുതലുള്ള സമയങ്ങളിൽ നനഞ്ഞ മണ്ണിൻ്റെ സാമ്പിൾ എടുക്കാതിരിക്കുക, വളപ്രയോഗം നടത്തിയ പ്രദേശങ്ങളിൽ എടുക്കാതിരിക്കുക, വിളകളുടെ ബേസിനുകളിൽ നിന്ന് സാമ്പിൾ എടുക്കാതിരിക്കുക, പ്രത്യേകിച്ചും ഈ വളക്കുഴികളോ അല്ലെങ്കിലുള്ള കന്നുകാലിക്കൂടുകൾ അതിനുള്ള അടുത്തുനിന്നുള്ള പ്രദേശങ്ങളിൽ നിന്ന് സാമ്പിൾ എടുക്കാതിരിക്കുക. ഇങ്ങനെയുള്ള ഒക്കെ മാറ്റിയിട്ട് ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഏരിയയിൽ നിന്നാണ് ഈ സാമ്പിൾ എടുക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക. അതിനെ അല്പം ഒന്ന് ഷെയ്ഡിൽ തണലിൽ ഉണക്കിയെടുത്ത് വേണം പാക്ക് ചെയ്യാനായിട്ട്. പാക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറേയധികം വിവരങ്ങൾ നമുക്ക് നൽകേണ്ടതുണ്ട്. നമുക്ക് അവിടെ വരുന്ന പ്രധാനപ്പെട്ട വിളകൾ ഏതാണ്, സ്ഥലം, സർവേ നമ്പർ കഴിയുമെങ്കിൽ ആ സർവേ നമ്പർ കഴിയുമെങ്കിൽ ഇപ്പോൾ നമ്മൾ GPS ജിയോ കോർഡിനേറ്റ്സ് ചോദിക്കുന്നുണ്ട്. കഴിയുമെങ്കിൽ മാത്രം മതി. കാരണം അത് തെറ്റിപ്പോയാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. കാരണം അത് അങ്ങനെ കിട്ടിയാൽ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഫർദർ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ അത് തെറ്റിപ്പോയാൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിലും സർവേ നമ്പർ ആവശ്യമാണ്. കർഷകൻ്റെ പേര്, അഡ്രസ്സ്, അതിൻ്റെ വിളകൾ മുതലായ ഒരു ഫോർമാറ്റിനൊപ്പം ഈ സാമ്പിളാണ് നമ്മൾക്ക് ലബോറട്ടറിയിൽ ലഭ്യമാക്കേണ്ടത്. സർ, നമുക്കൊരു കോളുണ്ട്. ഹലോ, കൃഷി ദർശനിലേക്ക് സ്വാഗതം. ഹലോ ഹലോ കൃഷി ദർശനിലേക്ക് സ്വാഗതം. സംസാരിച്ചോളൂ. ഹലോ. മാഡം സംസാരിച്ചോളൂ. സാർ, ഈ മണ്ണ് പരിശോധനയ്ക്ക് മൊബൈൽ ടെസ്റ്റിംഗ് ലാബ് ഉണ്ടെന്ന് പറഞ്ഞു. അതിനെ കുറിച്ച് അറിയാൻ വേണ്ടി വിളിച്ചത്. മണ്ണ് പരിശോധനയ്ക്ക് മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിന് നിലവിൽ വയനാട്ടിലൊരു മൊബൈൽ സോയിൽ ടെസ്റ്റിംഗ് ലബോറട്ടറിയാണ് ഉള്ളത്. അതുകൂടാതെ കൃഷി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ജില്ലയിലും മണ്ണ് മൊബൈൽ സോയിൽ ടെസ്റ്റിംഗ് ലബോറട്ടറികളുണ്ട്. അതൊരു വാഹനമാണ്. അത് സാധാരണഗതിയിൽ അത് പരിശോധന നടത്തുന്ന പ്രദേശത്തെക്കുറിച്ച് നേരത്തെ തന്നെ അനൗൺസ് ചെയ്യുന്നുണ്ടാകും. കൃഷിഭവനുകളിൽ കോൺടാക്റ്റ് ചെയ്താൽ അവർക്ക് എന്നാണ് ഈ സൗകര്യങ്ങൾ ഒരുക്കുന്നതെന്നുള്ളത് നേരത്തെ തന്നെ മുൻകൂട്ടി തന്നെ നമുക്ക് അറിയാൻ കഴിയും. അതുപോലെ മണ്ണ് പര്യവേഷണ സംരക്ഷണ വകുപ്പിൻ്റെ ലാബ് നിലവിലുള്ളത് വയനാട്ടിലാണ്. തീർച്ചയായും ക്യാമ്പയിനുകൾ നടക്കാറുണ്ട്. അതിനനുസരിച്ച് ആ ക്യാമ്പയിൻ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഈ മൊബൈൽ സോയിൽ ടെസ്റ്റിംഗ് ലബോറട്ടറി എത്തിച്ച് മണ്ണ് പരിശോധന നടത്തി കഴിയുന്നത്ര റിസൾട്ട് അവിടെ തന്നെ നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ ചിലപ്പോൾ കൂടുതൽ പരിശോധന ആവശ്യമുള്ള സമയത്തോ അല്ലെങ്കിൽ ചിലപ്പോൾ മണ്ണ് അതിൻ്റെ കണ്ടീഷൻ ഒന്നുകൂടെ നന്നാക്കി എടുക്കേണ്ട സാഹചര്യത്തിലോ തിരിച്ച് ലാബോറട്ടറിയിൽ കൊണ്ടുവന്ന് അനലൈസ് ചെയ്യുന്ന ആവശ്യകത വന്നാൽ അങ്ങനെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഏതായാലും എല്ലാ ജില്ലകളിലും മൊബൈൽ സോയിൽ ടെസ്റ്റിംഗ് ലബോറട്ടറി ഉണ്ട്. അത് ഏത് സ്ഥലത്താണ് പരിശോധന നടത്തുന്നത് എന്നുള്ളത് മുൻകൂട്ടി തന്നെ കൃഷിഭവനുകളിൽ അറിയിച്ച് അതിനനുസരിച്ച് ക്യാമ്പയിൻ നടത്തിയാണ് സാധാരണ നമ്മൾ ഈ സോയിൽ ടെസ്റ്റിംഗ് നടത്തുന്നത്. അതിനനുസരിച്ച് മണ്ണിൻ്റെ സാമ്പിൾ കൊണ്ടുവന്നാൽ വളരെ സൗകര്യപ്രദമായി മണ്ണ് അനലൈസ് ചെയ്യാനും അത് അവിടെ വെച്ച് തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടാനുമായിട്ടുള്ള സംവിധാനമുണ്ട്. ഓക്കെ, സംശയം ദൂരീകരിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു.
സർ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വി ഷേപ്പിൽ സാമ്പിൾ കളക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? അപ്പോൾ ഇതിനകത്ത് മണ്ണിൻ്റെ രാസവളത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മൾ സർ അതിനകത്ത് പറയുകയുണ്ടായി, ഇന്നടുത്ത് നിന്ന് എടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ മഴയുള്ള സമയത്ത് മണ്ണിൽ നിന്ന് സാമ്പിൾ എടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കോഴിക്കോട് അല്ലെങ്കിൽ കാലിയുടെ വേസ്റ്റ് കിടക്കുന്ന സ്ഥലം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും എടുക്കാൻ പാടില്ല. അപ്പോൾ ഈ സൂക്ഷ്മ ജീവാണുക്കളാണ് നമ്മൾ കൂടുതലായിട്ട് ഇപ്പം വളപ്രയോഗത്തിന് ഉപയോഗിച്ച് വരുന്നത് അല്ലേ? രാസവളങ്ങൾ പോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ജീവാണുവളങ്ങൾ. അതെ അതെ. അപ്പോൾ അതിൻ്റെ സാധ്യതകൾ അല്ലെങ്കിൽ അത് എത്രത്തോളം നമ്മുടെ മണ്ണിൻ്റെ ഫലപുഷ്ടി കൂട്ടാനായിട്ട് സഹായിക്കും എന്നുള്ളത്. അതിലും മണ്ണിൻ്റെ സ്വഭാവം, മണ്ണിൻ്റെ രാസഭൗതിക സ്വഭാവങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് നമുക്ക് ജീവാണുവളങ്ങൾ പ്രയോഗിക്കേണ്ടതുള്ളത്. പ്രത്യേകിച്ചും ചില പ്രത്യേക ക്രോപ്പുകൾക്ക് ഈ ജീവാണുവളങ്ങൾ പ്രത്യേകമായ തന്നെ റെക്കമെൻഡേഷൻ ഉണ്ട്. വിളവ് എന്താണെന്ന് അറിഞ്ഞ് ജീവാണുവളങ്ങൾ പ്രയോഗിക്കുന്നതാണ് അത്. പ്രത്യേകിച്ചും 2 തരത്തിലാണ് ഇതിനെ ഉപയോഗിക്കാറുള്ളത്. ഒന്ന്, മണ്ണിൽ നിന്നുമുള്ള മൂലകങ്ങളുടെ ആഗിരണശേഷി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള ജീവാണുക്കളുടെ ഫോർമുലേഷൻസ് നമുക്ക് കർഷകർക്ക് ലഭ്യമാക്കാറുണ്ട്. അത് കാർഷിക സർവകലാശാലയുടേതുണ്ട്, പ്രൈവറ്റായിട്ടുള്ള സ്ഥാപനങ്ങളുടേതുമുണ്ട്. അതുപോലെ തന്നെ രോഗപ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള രോഗകീട പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള ജീവാണുവളങ്ങളും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇത് അതിൻ്റേതായിട്ടുള്ള ആവശ്യകത അറിഞ്ഞുള്ള ഫോർമുലേഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് ട്രൈക്കോഡർമ മാതിരിയുള്ള ഫോർമുലേഷൻസ് നമുക്ക് ആഗിരണശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ സീഡോമോണോസ് മാതിരിയുള്ളത് രോഗനിയന്ത്രണങ്ങൾക്ക് വേണ്ടിയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇത് ഓരോ ക്രോപ്പും എന്താണെന്ന് അറിഞ്ഞ് അതിനനുസരിച്ചിട്ട് ഉള്ള ജീവാണുവളങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. അതിൻ്റെ ഒപ്പം തന്നെ മണ്ണിൻ്റെ കണ്ടീഷൻ, മണ്ണിനകത്ത് പ്രയോഗിക്കുന്നതാണ് എങ്കിൽ മണ്ണിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് അറിയാം. കാരണം ഈ നേരത്തെ പറഞ്ഞ പോലെ മണ്ണിൻ്റെ pH ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് മണ്ണിൽ ഇത് പ്രയോഗിക്കുമ്പോഴത്തേക്കും ജീവാണുവളങ്ങൾ നശിച്ചു പോകുന്ന തരത്തിലുള്ള വളരെ താഴ്ന്ന pH, അതായത് അസിഡിക് ആയിട്ടുള്ള pHയിലേക്കൊന്നും ഇത് ഇട്ട് കൊടുക്കാത്ത തരത്തിൽ, അത് സ്യൂട്ടബിൾ ആയിട്ടുള്ള സോയിൽ അമീലിയറൻസും കൂടെ യൂസ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ ജീവാണുവളങ്ങൾ ജൈവവളങ്ങളുമായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് ആ റെക്കമെൻഡേഷൻ അനുസരിച്ചിട്ടാണ് ഉപയോഗിക്കേണ്ടത്. നമ്മളിപ്പോൾ ചില വിളകളുടെ ഇടയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ പയർ വർഗ്ഗത്തിലുള്ള ചെടികൾ ഇട്ട് കൊടുക്കാറുണ്ട് അല്ലേ? അപ്പോൾ നമ്മളത് അതിൻ്റെ കൂടെ നമ്മൾ ഉഴുത് ചേർക്കുന്ന ഒരു രീതിയും നമ്മൾ കാണാറുണ്ട് അതിൻ്റെ വിളവ് കഴിയുമ്പോൾ. അപ്പോൾ അത് നൈട്രജൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെ സഹായിക്കുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു കാര്യം നമ്മൾ മണ്ണിലേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും കർഷകർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീർഘകാലം ഈ മണ്ണിൻ്റെ ഫലപുഷ്ടി നിലനിർത്തണം എന്നുള്ളതാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഈ പറയുന്ന പോലെ രാസവളങ്ങൾ കൊടുക്കുന്നതോ അല്ലെങ്കിൽ മറ്റ് വളങ്ങൾ കൊടുക്കുന്നതോ ഒക്കെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ ദീർഘകാലം നിലനിർത്താൻ എന്തൊക്കെ മാർഗ്ഗങ്ങളാണ് ഒരു കർഷകൻ സ്വീകരിക്കേണ്ടത്? ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം നേരത്തെ പറഞ്ഞ പോലെ മണ്ണിൻ്റെ രാസഭൗതിക സ്വഭാവങ്ങൾ അനുസരിച്ചുള്ള കൃഷിയിലാണ്. അത് ഒന്ന് നേരത്തെ പറഞ്ഞല്ലോ, മണ്ണിൻ്റെ മൾട്ടി ടയർ ക്രോപ്പിംഗ് എന്ന് പറയും. ഒന്നിലേറെ വിളകൾ ഒരു മണ്ണിൽ തന്നെ കൃഷി ചെയ്യുമ്പോൾ ഓരോ വിളയും പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള വളപ്രയോഗം നൽകുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും അധികം ആവശ്യമായിട്ടുള്ള ഓർഗാനിക് മാനുവർ ആവശ്യം പോലെ മണ്ണിൽ ചേർത്തുകൊണ്ട് കൃഷി ചെയ്യുക എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ സോയിൽ അമീലിയറൻസ്, അതായത് മണ്ണിൻ്റെ ന്യൂട്രലൈസിങ് ഏജൻസും കൂടെ കൊടുത്തുകൊണ്ട് കൃഷി ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഓർഗാനിക് മാറ്റർ നമ്മൾ മണ്ണിൽ മണ്ണിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് സഹായമായ പയറുവർഗ്ഗ വിളകൾ ധാരാളം തന്നെ ഉണ്ട്. ഓരോ ക്രോപ്പിനും അതിൻ്റെ പ്രത്യേകത അനുസരിച്ച് അതിൻ്റെ റൂട്ട് നോഡ്യൂൾസിൽ പ്രകൃതിയിൽ നിന്നുള്ള നൈട്രജൻ അല്ലെങ്കിൽ വായുവിൽ നിന്നുള്ള നൈട്രജൻ ഫിക്സ് ചെയ്തുകൊണ്ട് അത് മണ്ണിൽ ഉഴുത് ചേർക്കുമ്പോൾ മണ്ണിനുള്ളിലേക്ക് ആ നൈട്രജൻ ലഭ്യമാക്കുന്ന തരത്തിൽ നമുക്ക്, അതുപോലെ മണ്ണിൻ്റെ മണ്ണിൻ്റെ ആ സ്ട്രക്ചർ അതൊന്ന് ഇമ്പ്രൂവ് ചെയ്യുന്നതിനും ഇങ്ങനെയുള്ള പയറുവർഗ്ഗ വിളകൾ നമുക്ക് സഹായകമാണ്. അതുപോലെ തന്നെയാണ് ഫോസ്ഫോബാക്ടീരിയ മാതിരിയുള്ളവ ഉപയോഗിച്ചാൽ മണ്ണിനുള്ളിലേക്ക് നമുക്ക് ഫോസ്ഫറസിൻ്റെ ഫിക്സേഷൻ നടന്നു കിട്ടും. ഇങ്ങനെയുള്ള ജീവാണുവളങ്ങളും അതുപോലെ തന്നെ ഈ നമ്മുടെ മണ്ണിനെ എൻറിച്ച് ചെയ്യുന്ന പയർവർഗ്ഗങ്ങൾ മാതിരിയുള്ള വിളകളും ഒന്നിച്ച് കൃഷി ചെയ്ത് മണ്ണിൽ ഉഴുത് ചേർക്കുന്നത് വളരെ ഫലപ്രദമായ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായകമാണ്. നമ്മളിടയ്ക്ക് പുരയുടെ കൃഷിയെക്കുറിച്ചൊക്കെ പറഞ്ഞു അല്ലേ? ഇപ്പോൾ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പം വീട്ടമ്മമാരാണെങ്കിലും അല്ലെങ്കിൽ അപ്പന്മാരാണെങ്കിലും ഒക്കെ സാധാരണ ചെയ്യുന്ന ഒരു രീതി, നമ്മൾ ചട്ടി മേടിച്ചിട്ട് അല്ലെങ്കിൽ ഗ്രോ ബാഗ് മേടിച്ചിട്ട് അതിനകത്ത് വിത്ത് ഇട്ട് മുളപ്പിച്ച് അതിൽ തന്നെ ചീര അല്ലെങ്കിൽ വെണ്ട ഇതൊക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു വീട്ടുവളപ്പിലെ കൃഷിക്ക് മണ്ണ് പരിശോധന അത്യാവശ്യമായിട്ട് ചെയ്യാവുന്നതാണോ? അത് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്.
തീർച്ചയായും ഇപ്പോൾ ചട്ടിയിലെ മണ്ണ് നമുക്ക് പരിശോധിച്ച് കൊടുക്കാം. അത് കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ സാധാരണ രീതിയിൽ അതിനൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ അനുസരിച്ച് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോർമുലേഷനാണ് നമുക്ക് ചട്ടിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. പലപ്പോഴും അതിനാവശ്യമായ ചകിരിച്ചോറ് ആണെങ്കിൽ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടും 1:1:1 അനുപാതത്തിൽ മണ്ണ്, മണൽ, ജൈവവളം മിശ്രിതം ഉപയോഗിച്ചിട്ടാണെങ്കിലും ഒക്കെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. പക്ഷേ എപ്പോഴും അതിൻ്റെ ഒരു മണ്ണിൻ്റെ അതിനുപയോഗിക്കുന്ന മീഡിയത്തിൻ്റെ ഒരു പരിശോധന നടത്തുന്നത് നല്ലത് തന്നെയാണ്. അതോടൊപ്പം തന്നെ പുരയിടത്തിനകത്ത് നമ്മൾ ചട്ടിയിലല്ലാതെ കൃഷി ചെയ്യുന്ന ചെറിയ പ്ലോട്ടുകളാണെങ്കിൽ പോലും അതിനകത്തെ മണ്ണിൻ്റെ സ്വഭാവം അറിഞ്ഞുകൊണ്ട് കൃഷി ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. അതും മണ്ണിൻ്റെ പരിശോധനയ്ക്ക് തന്നാൽ നമ്മൾ പരിശോധിച്ച് അതിനുള്ള റെക്കമെൻഡേഷൻസ്, അതിൻ്റെ വിളകളും അനുയോജ്യമായ വിളകളും അനുസരിച്ചുള്ള ആ വിളകൾക്കുള്ള റെക്കമെൻഡേഷനും നമ്മൾ നൽകുന്നുണ്ട്. സർ, ഈ കാലാവസ്ഥാ വ്യതിയാനം നമ്മൾ ആദ്യമേ പറഞ്ഞൊരു കാര്യമാണ്. നല്ല വിത്ത് വേണം, മണ്ണ് വേണം, അല്ലെങ്കിൽ കാലാവസ്ഥ. അപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനം എത്രത്തോളം ഈ മണ്ണിനെ സ്വാധീനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വിളവിനെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളതാണ്? തീർച്ചയായിട്ടും കാലാവസ്ഥാ വ്യതിയാനത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ചൂട് കൂടി വരുന്നതാണ്. തീർച്ചയായും മണ്ണിനുള്ളിലെ ചൂടും നമുക്ക് കൂടി തന്നെ വന്നുകൊണ്ടിരിക്കും. അത് മണ്ണിൻ്റെ ജീവികളുടെ നിലനിൽപ്പിനെയും അവയുടെ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റിയൊക്കെ വളരെയധികം കൂട്ടുന്നത് കാരണം മണ്ണിനുള്ളിലുള്ള മൂലകൾ പെട്ടെന്ന് തന്നെ എക്സോസ്റ്റഡായി പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അത് പെട്ടെന്ന് തന്നെ ഇല്ലാതാകുന്നതുകൊണ്ട് മണ്ണിൻ്റെ ബലഭൂഷ്ഠത, അതിൻ്റെ ഹെൽത്ത്, മണ്ണിൻ്റെ ആരോഗ്യം, മണ്ണിൻ്റെ ബലഭൂഷ്ഠത, മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി ഇതെല്ലാം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ കാലാവസ്ഥാ വ്യതിയാനം മണ്ണിനെ ഏറ്റവും നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാലാവസ്ഥയാണല്ലോ മണ്ണിനെ ഫോർമുലേറ്റ് ചെയ്യുന്ന ഒരു കാര്യവും. അതുകൊണ്ട് കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനം എന്ന് പറയുന്നത് മണ്ണിൻ്റെ സ്വഭാവം തന്നെ മാറിപ്പോകാൻ കാര്യമായ ഒരു പ്രശ്നമാണ്. നമ്മൾ മണ്ണ് പരിവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പ് മണ്ണിൻ്റെ ബെഞ്ച് മാർക്ക് സോയിൽസ് എന്ന് പറയും, പ്രധാനപ്പെട്ട മണ്ണിനങ്ങളുടെ അവസ്ഥ 5 വർഷത്തോളം തുടർച്ചയായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിലൂടെ മണ്ണിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതിനുവേണ്ടി തന്നെ നമ്മൾ പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മൾ തുടർച്ചയായിട്ട് തന്നെ നമ്മളുടെ ചില ബെഞ്ച് മാർക്ക് സോയിൽസിനെ, ചില പ്രത്യേക തരത്തിലുള്ള മണ്ണിനങ്ങളെ നമ്മൾ കാലാവസ്ഥ എന്ത് മാറ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഒബ്സർവേഷൻ റിസൾട്ട് ഇപ്പോൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഫലഭൂയിഷ്ഠത കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രക്ചറും ടെക്സ്ചറും ഒക്കെ വ്യത്യാസം വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ശരിക്കും വിദ്യാലയങ്ങൾ മുതൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് മുതൽ നമ്മൾ ഈ കൃഷിയെക്കുറിച്ചും അല്ലെങ്കിൽ മണ്ണിനെക്കുറിച്ചുള്ള എല്ലാ വിധത്തിലുള്ള ഒരു അവയർനെസ്സും നൽകിയാണ് നമ്മളിപ്പോൾ വളർത്തിക്കൊണ്ട് വരുന്നത്. അപ്പോൾ കാർഷിക മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്കും യുവാക്കൾക്കും അല്ലെങ്കിൽ പുതിയ കർഷകർക്കും എന്ത് ആണ് സാറിന് പറയാനുള്ളത്? ഇപ്പോൾ മണ്ണറിഞ്ഞ് കൃഷി ചെയ്യാം എന്ന വിഷയം വെച്ചിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അവർക്കുള്ള ഒരു ഉപദേശം എന്താണ്? നമുക്ക് എന്തായാലും നമുക്ക് കാർഷിക വിജ്ഞാന വ്യാപനത്തിനായിട്ടൊരു പ്രത്യേക സംവിധാനം തന്നെ ഉണ്ട്. പ്രത്യേകിച്ചും നമുക്കൊരു സോയിൽ മ്യൂസിയം ഉണ്ട്. ഈ സോയിൽ മ്യൂസിയത്തിൽ നമുക്ക് പ്രധാനപ്പെട്ട മണ്ണിനങ്ങളുടെ അതുപോലെ തന്നെ മണ്ണ് സംരക്ഷണ പ്രവർത്തനങ്ങളുടെ മോഡലുകൾ, സുസ്ഥിര കൃഷിക്കായിട്ടുള്ള മോഡലുകൾ, പ്രത്യേക കാലാവസ്ഥയിലുള്ള കണ്ടൽക്കാടുകളൊക്കെ ഉൾപ്പെടുന്ന മേഖലകളെക്കുറിച്ചുള്ള അവയെ റെപ്രസെൻ്റ് ചെയ്യുന്ന മോഡലുകൾ, പുരയിട കൃഷിയുടെ മോഡലുകൾ എല്ലാം തന്നെ എക്കോളജിക്കൽ സോൺസിൻ്റെ മോഡലുകളെല്ലാം തന്നെയുണ്ട്. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് യങ്ങർ ജനറേഷൻ, അതുപോലെ കുട്ടികളെയാണ്. കാരണം നാളെ നമ്മുടെ ഈ ലോകത്തെ നയിക്കേണ്ട ജനത എന്ന് പറയുന്നത് ഇന്നത്തെ കുട്ടികളാണ്. അവർക്ക് ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അവയർനെസ് ഉണ്ടായിരിക്കുക എന്നുള്ളത് 2 കാര്യങ്ങളിലാണ്. ഒന്ന്, ഇന്നത്തെ തലമുറ നടത്തുന്ന എന്തെങ്കിലും തരത്തിലുള്ള നശീകരണ പ്രവർത്തനങ്ങൾ ഉണ്ട് എങ്കിൽ അവയെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളെ ശീലിപ്പിക്കുക എന്നുള്ളതാണ്. അതിനനുസരിച്ചിട്ട് കുട്ടികളുടെ മനസ്സ് പര്യാപ്തപ്പെടുത്തി ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയാണ്, ഇതിന് കേടുപാടുകളില്ലാതെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടേണ്ടതാണ് എന്നുള്ള അത് ഉറപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് അത് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കുന്നതിനായിട്ട് എപ്പോഴും സമൂഹത്തിലോട്ടും അതുപോലെ തന്നെ നമ്മളെ നിലനിർത്തുന്ന മണ്ണ് അതുപോലെ കൃഷി ഇവയിലേക്ക് ഒരു മനസ്സ് കൊടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ട അവയർനെസ് തരുന്നതിന് വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് വകുപ്പ് നടത്തുന്ന പ്രവർത്തനങ്ങളുമായിട്ട് നിങ്ങളും സഹകരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. തീർച്ചയായും നിങ്ങളെ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. വളരെ കുറച്ച് സമയം കൊണ്ട് പ്രേക്ഷകർക്ക് മണ്ണിനെക്കുറിച്ച് ഒരുപാട് അറിവുകൾ സാർ പകർന്നു നൽകി ഒരുപാട് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ പ്രേക്ഷകർക്കും ഇനി ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിയേണ്ടതായിട്ടുണ്ടാവും. മണ്ണിനെക്കുറിച്ചും അല്ലെങ്കിൽ കൃഷിയെക്കുറിച്ചുമൊക്കെ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ ഞങ്ങളിവിടെ നൽകുകയാണ്. സെൻട്രൽ സോയിൽ അനലിറ്റിക്കൽ ലബോറട്ടറിയുടെ ഫോൺ നമ്പറാണ്. രമേഷ് സാറിൻ്റെ പേരിലായിരിക്കും. നമുക്ക് അതിനകത്ത് ഡയറക്ടർ, സെൻട്രൽ സോയിൽ അനലിറ്റിക്കൽ ലബോറട്ടറി,
ഫോൺ നമ്പർ 0471254177 ഇമെയിൽ വിലാസം psc.csal@gmail.com. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി കാണാം. നമസ്കാരം.